ആയുർ സൗഖ്യം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജോസ് പൈക്കട. ഇന്നത്തെ എപ്പിസോഡിൽ സ്ട്രോക്കിനെ സംബന്ധിക്കുന്ന പ്രാഥമികമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഓഫീസിൽ ഒരാൾക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാം, എന്താണ് ചെയ്യേണ്ടത്, ഇത്തരം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ആപൽ ഘടകങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ ഇതിനെ സംബന്ധിക്കുന്ന സർവ്വസാധാരണമായിട്ടുണ്ടാകുന്ന സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. സ്ട്രോക്ക് എന്ന രോഗം എന്താണ്? മസ്തിഷ്കത്തിലേൽക്കുന്ന ആഘാതമാണ് സ്ട്രോക്ക്. ആയുർവേദത്തിൽ ഇതിനെ പക്ഷാഘാതം എന്ന് പറയും. പക്ഷാഘാതം, പക്ഷവാതം, ഇങ്ങനെയൊക്കെ പല രീതിയിൽ പറയാറുണ്ട്. ബ്രെയിൻ അറ്റാക്ക് എന്നും ആധുനിക ശാസ്ത്രത്തിൽ പറയും. ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ മസ്തിഷ്കത്തിന് വരുന്ന ഒരു ആഘാതമാണ് പക്ഷാഘാതം. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയുന്നത് വളരെ നല്ലതാണ്. ബ്രെയിനിൻ്റെ ഫങ്ഷൻ അഥവാ അതിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്ന് അറിയണം. ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തിലൂടെ ഓക്സിജനും പോഷകങ്ങളും മസ്തിഷ്ക കോശങ്ങളിലെത്തുന്നു. ഇങ്ങനെയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം സുഗമമായി നടക്കുന്നത്. ഓക്സിജനും പോഷകങ്ങളും തലച്ചോറിലെ കോശങ്ങൾക്ക് ലഭ്യമാകുന്നത് ഈ രക്തം വഴിയാണ്. ഈ പ്രക്രിയ ഏതെങ്കിലും കാരണവശാൽ തടസ്സപ്പെടുമ്പോൾ മസ്തിഷ്ക കോശങ്ങൾ നശിക്കുന്നു, സ്ഥായിയായ വൈകല്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മസ്തിഷ്ക കോശങ്ങൾ നശിച്ചാൽ പുനർജനിക്കാൻ എളുപ്പമല്ല. അതേസമയം ശരീരത്തിലെ മറ്റ് കോശങ്ങൾ പലതിനും പുനരുജ്ജീവന വാസനയുണ്ട്. ഓർമ്മ, ബുദ്ധി, സംസാരം, കേൾവി, കാഴ്ച, നാഡികളുടെ പ്രവർത്തനം, പേശികളുടെ പ്രവർത്തനം, കൈകാലുകളുടെ ചലനം തുടങ്ങി അനവധി പ്രവർത്തനങ്ങൾ തകരാറിലാവാനുള്ള സാധ്യതയുണ്ട്. അത് തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെ ആസ്പദമാക്കിയാണ് സ്ട്രോക്ക് വരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട്. തലച്ചോറിൻ്റെ ഇടതുവശം ശരീരത്തിൻ്റെ വലതുവശത്തെയും തലച്ചോറിൻ്റെ വലതുവശം ശരീരത്തിൻ്റെ ഇടതുവശത്തെയും നിയന്ത്രിക്കുന്നുണ്ട്. ഏത് പ്രായത്തിലാണ് സ്ട്രോക്ക് വരുന്നത്? 65 വയസ്സ് കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ ഏറെയാണ്. സ്ത്രീകളെയാണോ പുരുഷന്മാരെയാണോ സ്ട്രോക്ക് കൂടുതലായി ബാധിക്കുന്നത്? പഠനങ്ങൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പലപ്പോഴും നൽകുന്നത്. എങ്കിലും കൂടുതൽ പഠനങ്ങളും പുരുഷന്മാരെയാണ് സ്ട്രോക്ക് കൂടുതലായി ബാധിക്കുന്നതെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം രോഗതീവ്രത, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര ഫലങ്ങളുടെ ഗൗരവം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കൂടുതലും സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. സർവ്വസാധാരണമായിട്ട് വരുന്ന മറ്റൊരു സംശയമാണ്, ഹാർട്ട് അറ്റാക്കിന് നമ്മുടെ നാട്ടിൽ നല്ല ചികിത്സയുണ്ട്, സ്ട്രോക്കിന് നല്ല ചികിത്സയില്ല. വളരെ യാഥാർത്ഥ്യമാണത്. കാരണം എന്താണ്? എന്തുകൊണ്ടെന്നാൽ ഈ ഹാർട്ട് അറ്റാക്ക്, നെഞ്ചുവേദന എന്ന് പറയുന്ന വളരെ നിർണായകമായ, വളരെ ഏവർക്കും തിരിച്ചറിയാവുന്ന ഒരു ലക്ഷണത്തോടെയാണ് വരുന്നത്. അതേസമയം സ്ട്രോക്കിന് തെറ്റിദ്ധാരണാജനകമായ പല ലക്ഷണങ്ങളുമാണ് കാണുക. ഇത് മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ട് തെറ്റിദ്ധരിക്കാം. അതുപോലെ തന്നെ കുടുംബാംഗത്തിന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ അതിനെപ്പറ്റി ഏതാണ്ട് ഒരു ധാരണ വേണം. പലപ്പോഴും കുടുംബാംഗത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള നമ്മുടെ സഹപ്രവർത്തകനോ സ്ട്രോക്കിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വൈകിയായിരിക്കും ചികിത്സ ലഭിക്കുന്നത്. കാരണം സ്ട്രോക്കിൻ്റെ ആദ്യത്തെ ഏതാനും മണിക്കൂറുകളിലുള്ള ചികിത്സ വളരെ നിർണായകമാണ്. അതാണ് ഒരു വ്യക്തിയുടെ ഭാവി തന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതു വ്യക്തിയും പ്രാഥമികമായിട്ട് ഒരു സ്ട്രോക്ക് വരാനുള്ള ആരംഭം, അതിൻ്റെ അല്ലെങ്കിൽ പൂർവ്വരൂപം, ആദ്യ ലക്ഷണങ്ങൾ കാണുമ്പം നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളെ രക്ഷിക്കണം. അയാളുടെ കുടുംബത്തെയൊക്കെ രക്ഷിക്കണമെങ്കിൽ സ്ട്രോക്ക് തിരിച്ചറിയുക തന്നെ വേണം. അത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. വ്യക്തിപരമായും കുടുംബപരമായും സമൂഹത്തിലുമുള്ള ആഘാതം എങ്ങനെയാണെന്നുള്ളതാണ്. ഇത് അധികം ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൻ്റെ ഒരു ഭാര്യയോ ഭർത്താവോ ആവട്ടെ, അയാൾക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ താളം തെറ്റുകയാണ്. അതായത് തിരിച്ച് കരകയറാൻ തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ധാരാളം കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിലെ വരുമാനം കൊണ്ടുവരുന്ന വ്യക്തി, ഏണിംഗ് മെമ്പറിനാണ് സ്ട്രോക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ ആ കുടുംബത്തിൻ്റെ വരുമാനം അസ്തമിച്ചു. ഒപ്പം തന്നെ സ്ട്രോക്കിൻ്റെ ചികിത്സ വളരെ ചിലവേറിയതാണ്. ഏതാനും
ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ ആശുപത്രി വാസം വേണം. തുടർന്ന് അത് കഴിഞ്ഞ് ബാക്കി ഇതിൻ്റെ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ, അതും ചിലവേറിയ കാര്യങ്ങളാണ്. അപ്പോൾ മാസങ്ങൾ രോഗിയെ പരിചരിക്കേണ്ടി വരും. ഭർത്താവാണെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ തിരിച്ചും. അപ്പോൾ അങ്ങനെയുള്ളപ്പം അതിന് നമ്മുടെ ബഡ്ജറ്റ് താളം തെറ്റും, അതിന് വരുമാനം കണ്ടെത്താൻ കഴിയാതെ വരും. ഒപ്പം തന്നെ നീണ്ട ആശുപത്രി വാസം. 2 ബൈസ്റ്റാൻഡർ പലപ്പോഴും വേണം. തുടക്കത്തിലൊക്കെ 2 പേര് ആശുപത്രികളിൽ നിൽക്കണം. ഒരാൾ രോഗിയുടെ അടുത്ത് നിൽക്കേണ്ടി വരും, ഒരാൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോയി വരാനോ സാധനങ്ങൾ കൊണ്ടുവരാനോ ഒക്കെ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ എല്ലാ രീതിയിലും കുടുംബത്തിന് തികഞ്ഞ പക്ഷാഘാതം എന്ന് പറയുന്നത് പക്ഷത്തിന് മാത്രമല്ല, വ്യക്തിക്ക് മാത്രമല്ല, കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ ആഘാതം തന്നെയാണ്. സ്ട്രോക്ക് എത്ര തരമുണ്ട്? ഇതൊരു സാധാരണ സംശയമാണ്. പ്രധാനമായും സ്ട്രോക്ക് 2 തരമാണുള്ളത്. അതിൽ ഒരു സ്ട്രോക്കിൽ തലച്ചോറിലേക്കുള്ള അല്ലെങ്കിൽ മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് രക്തക്കട്ടകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതിനെ ത്രോംബോട്ടിക് സ്ട്രോക്ക് എന്നാണ് പറയുക. പൊതുവേ സ്ട്രോക്ക് ഇഷീമിക് എന്ന് പറയും. സാങ്കേതിക പദത്തിലേക്കൊന്നും കിടക്കണ്ട. ഈ രക്തക്കട്ടകൾ 2 രീതിയിലുണ്ടാവാം. ഒന്ന്, ബ്രെയിനിൽ തന്നെ ഈ രക്തക്കുഴലുകൾ കൊളസ്ട്രോൾ കൊണ്ടും മറ്റ് പദാർത്ഥങ്ങൾ കൊണ്ടും അടഞ്ഞു പോവുക. അടഞ്ഞ് അതിൻ്റെ ഉൾവ്യാസം അല്ലെ അതിൻ്റെ ഉള്ളളവ് കുറഞ്ഞു വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും രക്തം അവിടെ വളരെ ബുദ്ധിമുട്ടിയാണ് ആ പ്രദേശം പാസ് ചെയ്യേണ്ടി വരുന്നത്. ഒരു ട്രാഫിക് ബ്ലോക്ക് പോലെ നമുക്കതിനെ കണക്കാക്കാം. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അതിനെ വൈദ്യശാസ്ത്രം അനുസരിച്ച് അവിടെ ഒരു പ്ലാക്ക് ഫോം ചെയ്യാന്ന് പറയും. ഈ ബാക്കിയുള്ള ഇതിൻ്റെ കട്ട ഫോം ചെയ്യുന്നു. ഉൾവ്യാസം കുറയുന്ന അതിൻ്റെ പാളികളായിട്ട് അവിടെ വരുന്നു, കൊളസ്ട്രോളും അതിൻ്റെ കൂടെയുള്ള ശരീരത്തിലെ മറ്റ് പദാർത്ഥങ്ങൾ. ഈ പ്രക്രിയ അതറോസ്ക്ലെറോസിസ് എന്നും പറയാറുണ്ട്. അത് കഴിഞ്ഞ് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ അവിടെ ഫോം ചെയ്ത് ആ പാളിയിൽ വിള്ളൽ വരുന്നു. അഥവാ അതല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തെറ്റിദ്ധരിച്ചിട്ട് ഒരു മുറിവായിട്ട് തെറ്റിദ്ധരിച്ച് അവിടെ രക്തക്കട്ടകൾ രൂപം കൊള്ളുകയാണ്. അപ്പോൾ തുടർന്നുള്ള കോശങ്ങൾക്ക്, പ്രത്യേകിച്ചും ബ്രെയിനിലെ കോശങ്ങൾക്ക് പോഷകങ്ങളും ഓക്സിജനും കിട്ടാതെ വരുന്നു. അത് ഏതാനും നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് അതിന് കേടുവരുന്നു. അത് ആദ്യം പറഞ്ഞതുപോലെ അത് സ്ഥായിയായ കേടാണ് പല സമയത്തും വരുന്നത്. ഈ സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ ഒരു 4-5 മണിക്കൂറിന് ഗോൾഡൻ അവേഴ്സ് അല്ലെ സുവർണ മണിക്കൂറുകളെന്ന് പറയും. ഈ സമയത്താണ് രോഗിക്ക് ഏറ്റവും കൂടുതലായിട്ട് വൈദ്യസഹായം, എത്രയും പെട്ടെന്ന് വൈദ്യസഹായം എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാന ധർമ്മം. ഈ രക്തക്കട്ടകൾ ഫോം ചെയ്ത് രക്തമൊഴുക്ക് തടസ്സപ്പെടുന്ന സ്ട്രോക്കിൻ്റെ ചെറിയൊരു വേർഷനാണ് മിനി സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായ സ്ട്രോക്കിലേക്ക് എത്തിയിട്ടില്ല. അതായത് വളരെ താൽക്കാലികമായിട്ട് ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ഈ രക്തക്കട്ട രൂപം കൊണ്ട രക്തക്കട്ട അവിടുന്ന് ഒഴുകി മാറി കഴിയുമ്പോൾ രക്തഓട്ടം പുനഃസ്ഥാപിക്കപ്പെടും. അതും ട്രാഫിക് ബ്ലോക്ക് പോലെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? രക്തം ആ സ്ഥലത്തേക്ക് വീണ്ടും പ്രവഹിച്ചു കഴിഞ്ഞ് ആ ഏതാനും നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ നഷ്ടപ്പെട്ട പോഷകങ്ങളും ഓക്സിജൻ തിരികെ കിട്ടിക്കഴിയുമ്പോഴേക്കും ഒരു പരിധി വരെ, അതായത് ബഹുഭൂരിപക്ഷം അവിടെ സുഖം പ്രാപിക്കും. കാരണം മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ രോഗത്തിൻ്റെ പ്രക്രിയ മാറിക്കഴിഞ്ഞു. ഇത് നീണ്ടു നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള രക്തക്കട്ടകളുടെ ആദ്യം പറഞ്ഞ സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ തരം സ്ട്രോക്ക് എന്താണെന്ന് നോക്കാം. ഹെമറേജിക് സ്ട്രോക്ക് അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടുന്ന സ്ട്രോക്കിനെയാണ് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് വളരെ ഗുരുതരവും മാരകവുമായിട്ടുള്ള ഒരു സ്ട്രോക്കാണ്. ഇത് അമിത രക്തസമ്മർദ്ദം. ഇത് പലപ്പോഴും രക്തസമ്മർദ്ദം ആളുകൾ മൈൻഡ് ചെയ്യില്ല. അവിടെ ശ്രദ്ധക്കുറവ് വരുന്നു. ചില സമയത്ത് മരുന്ന് കഴിക്കും, ചിലപ്പോൾ മരുന്ന് കഴിക്കില്ല. അല്ലെങ്കിൽ പ്രഷർ കൂടിയെന്ന് തോന്നുമ്പോൾ മാത്രം മരുന്ന് കഴിക്കും. അപ്പോൾ എന്ത് പറ്റുന്നു? ഈ ധമനികളിൽ അല്ലെങ്കിൽ ധമനികളുടെ ശാഖകൾ ഈ സമ്മർദ്ദം അതിജീവിക്കാൻ വയ്യാത്ത ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു? അതിനുള്ളിലുള്ള ബ്ലഡ് മസ്തിഷ്കത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ബ്ലീഡ് ചെയ്യുന്നു. അപ്പോൾ 2 രീതിയിലാണ്. ഒന്ന്, അവിടെ രക്തക്കുഴൽ പൊട്ടി രക്തം അവിടെ തളം കെട്ടി അല്ലെങ്കിൽ അത് കട്ട പിടിക്കാനുള്ള സാധ്യത ഒന്ന്. മറുവശത്ത് പറഞ്ഞാൽ ഈ രക്തം ഒഴുകി എവിടേക്ക് പോകണോ അവിടേക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഓക്സിജൻ ലഭിക്കാതെ വരുന്നു. അപ്പം ഇത് വളരെ മാരകമാണ്. ഇത് ഏതാനും നിമിഷങ്ങൾ, പലപ്പോഴും ഇത് ഏറ്റവും കൂടുതൽ ഡെത്ത് സംഭവിക്കുന്നത് ഇത്തരം സ്ട്രോക്കിലാണ്. ഏത് വിഭാഗം സ്ട്രോക്കാണ് കൂടുതൽ? 80% സ്ട്രോക്കും ആഗോളതലത്തിൽ ആദ്യം പറഞ്ഞ രക്തക്കട്ടകൾ രൂപം കൊണ്ടു കഴിഞ്ഞിട്ടുള്ള സ്ട്രോക്കാണ്. ഹെമറേജിക് സ്ട്രോക്ക് അഥവാ രക്തക്കുഴൽ പൊട്ടുന്നത് കൊണ്ടുള്ള സ്ട്രോക്ക് 15 മുതൽ 20% കണക്കനുസരിച്ചുള്ളത്. രക്തസമ്മർദ്ദവും സ്ട്രോക്കും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ്. രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കണം. അതായത് ആദ്യ സ്റ്റേജിൽ രക്തസമ്മർദ്ദം ഉപ്പ് കുറച്ചും പിന്നെ പഥ്യം നോക്കിയും വ്യായാമം ചെയ്തും ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും മരുന്നിൻ്റെ ആവശ്യം വരുന്നു. രക്തസമ്മർദ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന് വേദനയൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഇതിനെ അവഗണിക്കും. അവഗണിച്ച് കഴിഞ്ഞാൽ
ഒരു നിമിഷം പെട്ടെന്ന് ഈ രക്തക്കുഴലിന് അപകടം സംഭവിച്ച് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരും. ഇത് വളരെ അത്യന്തം അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും അത് കുറിച്ച് വെക്കുകയും വേണം. തുടർച്ചയായിട്ട് രക്തസമ്മർദ്ദം കൂടിയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഔഷധ സേവ അത്യാവശ്യമാണ്. അത് പലപ്പോഴും ആയുഷ്കാലം മുഴുവൻ വേണ്ടി വരികയും ചെയ്യും. സ്ട്രോക്കിന് മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് അന്താരാഷ്ട്ര തലത്തിൽ ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളെ സംബന്ധിക്കുന്ന ഒരു കോഡുണ്ട്. ബി ഫാസ്റ്റ് എന്നുള്ള ഒരു ചുരുക്കക്ഷരത്തിലാണിത് അറിയപ്പെടുന്നത്. ബി ഫോർ ബാലൻസ്, ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റുന്നു. അപ്പോൾ ഇതിന് വളരെ പ്രാധാന്യമുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിലോ നമ്മുടെ വീട്ടിലോ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ബാലൻസ് കുറയുന്നു. അപ്പോൾ ബാലൻസ് കുറയുന്നത് എങ്ങനെയാണ്? എണീറ്റ് നിൽക്കുമ്പോഴേക്കും വേച്ചു പോകുന്നു, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ലക്ഷണം പറയുകയോ പ്രകടിപ്പിക്കുക. പലപ്പോഴും സ്ട്രോക്ക് രോഗിക്ക്, കാരണം ഇത് മസ്തിഷ്കത്തെ ബാധിക്കുന്നതായതുകൊണ്ട് സ്വന്തം വിഷമങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെ പ്രകടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത് കണ്ടറിയേണ്ടി വരും, കണ്ട് മനസ്സിലാക്കേണ്ടി വരും പലപ്പോഴും. അടുത്തതായിട്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ബി ഫാസ്റ്റിലെ രണ്ടാമത്തെ അക്ഷരം ഇ ആണ്. ഇ ഫോർ ഐസ്, കാഴ്ച മങ്ങുന്നു. കാഴ്ച മങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് നോക്കിക്കഴിയുമ്പോഴേക്ക് വസ്തുക്കൾ വ്യക്തതയില്ലാതെ വരുന്നു, വായിക്കാനുള്ള വിഷമം വരുന്നു. അടുത്ത് നിൽക്കുന്ന കുടുംബാംഗമാവട്ടെ ഓഫീസിലുള്ളവരാകട്ടെ പ്രത്യേകമായിട്ട് അത് ചോദിക്കണം. കാഴ്ച മങ്ങിയിട്ടുണ്ടോ, അക്ഷരം വായിക്കാൻ പറ്റുന്നുണ്ടോ, കളറ് കാണാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ ചോദിക്കണം. അപ്പം ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് മുഖമാണ്, ഫേസ്. മുഖത്തിന് എന്ത് പറ്റും? മുഖത്തിന് കോട്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ എല്ലാ ലക്ഷണങ്ങളും എല്ലാ രോഗിയിലും ഒരുമിച്ച് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അതിൽ നമ്മളൊരു ഏറ്റക്കുറച്ചോടെ ഒരു യുക്തിസഹമായിട്ട് ചിന്തിച്ച് രോഗിക്ക് പ്രഥമമായിട്ടുള്ള ഏറ്റവും നല്ല ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം. മുഖത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് കീഴ്ത്താടി ഒരു വശത്തേക്ക് ചെരിഞ്ഞതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവിടെ നമുക്ക് പറയാവുന്നത് എന്താണ്? ഒന്ന് ചിരിക്കാൻ പറയുമ്പോഴേക്കും ഒരു വശത്തേക്ക് കോടി പോകുന്നതായിട്ട് കാണാം. കണ്ണിൻ്റേതാണെന്ന് വെച്ചാൽ കണ്ണ് അടച്ച് തുറക്കാൻ പറയുമ്പോഴേക്കും രണ്ട് കണ്ണും ഒരേ സ്പീഡിൽ അടയ്ക്കാനോ തുറക്കാനോ കഴിയില്ല. അടുത്ത ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്പീച്ചാണ്. സംസാരിക്കാനായിട്ട് പറയാം. സംസാരിക്കുമ്പം ഈ വ്യക്തി യുക്തിസഹമായാണോ സംസാരിക്കുന്നതെന്ന് പ്രത്യേകം നോക്കുക. വാക്കുകൾ തെറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്നതാണോ അല്ലയോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പം അവിടെ സംസാരം കുഴഞ്ഞതാണോ, സംസാരം പറയുന്നത് ശരിയല്ല. അത് മസ്തിഷ്കത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വരുന്ന സ്ട്രോക്കിന് പലതരത്തിലുള്ള ലക്ഷണങ്ങളാണ് ശാരീരികമായിട്ട് കാണിക്കുക. ഇനി ബി ഫാസ്റ്റിൻ്റെ അവസാനത്തെ ടി എന്താണെന്ന് വെച്ചാൽ ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. ടൈം എന്തിനാണ്? ടൈം ഒരു ലക്ഷണമല്ല, പക്ഷേ ഇനി നമ്മളുടെ മുന്നിലുള്ള ഏക ഘടകമെന്ന് പറഞ്ഞാൽ സമയമാണ്. എത്രയും പെട്ടെന്ന് ഉചിതമായ ആശുപത്രിയിലേക്ക് ഈ രോഗിയെ എത്തിക്കുക. അല്ലെങ്കിൽ എന്തു പറ്റും? സ്ഥായിയായിട്ടുള്ള വൈകല്യങ്ങൾ, അത് ബുദ്ധിക്കാവാം, ചിന്തയ്ക്കാവാം, ഓർമ്മയ്ക്കാവാം. ശാരീരിക ഒരു കൈയായിരിക്കും തളരുന്നത്, ചിലപ്പോൾ ഒരു കൈയായിരിക്കും, ചിലപ്പോൾ ഒരു വശം മുഴുവൻ തളർന്നു പോകും. കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഇത്തരം വൈകല്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഏതു തരം ചികിത്സയ്ക്കാണ് ബി ഫാസ്റ്റ് ലക്ഷണങ്ങൾ കണ്ട രോഗിയെ കൊണ്ടുപോകേണ്ടതെന്നൊരു സംശയം തോന്നും. അവിടെ യാതൊരു സംശയവുമില്ല, രോഗിക്ക് അടിയന്തരമായിട്ടുള്ള ചികിത്സ വേണം, മെഡിക്കൽ എമർജൻസിയാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ന്യൂറോളജിയും CT സ്കാനും ICU സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്കാണ് രോഗിയെ കൊണ്ടുപോകേണ്ടത്. ബ്രെയിനിലെ പ്രത്യേക പ്രദേശങ്ങളിൽ സ്ട്രോക്ക് വന്നാൽ അതിനനുസരിച്ച് ലക്ഷണം മാറുമെന്ന് പറഞ്ഞു. വലത് മസ്തിഷ്കത്തിലാണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ, മസ്തിഷ്കത്തിന് 2 അർദ്ധഗോളങ്ങളാണുള്ളത്. വലതുവശത്താണ് വരുന്നതെങ്കിൽ ദൂരം നമ്മളൊരു വഴി ക്രോസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ എത്ര ദൂരത്താണ് നമുക്ക് ക്രോസ് ചെയ്യേണ്ടത്, അല്ലെ ദൂരത്ത് വണ്ടിയുണ്ടോ, അങ്ങനെയുള്ള നമ്മളൊരു നിഗമനത്തിലെത്തിയിട്ടാണ് നമ്മൾ പലപ്പോഴും റോഡ് ക്രോസ് ചെയ്യുന്നത്. മറ്റൊന്ന് വസ്തുക്കളുടെ വലിപ്പം നമ്മുടെ ദൃഷ്ടി കൊണ്ടും, അത് ദൃഷ്ടി എപ്പോഴും മസ്തിഷ്കമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വലിപ്പം എത്രയാണെന്ന് അസ്യൂം ചെയ്യുന്നത്, അല്ലെ അതൊരു നിഗമനത്തിലെത്തുന്നത്. ചലനങ്ങളുടെ വേഗം, നാം വഴി ക്രോസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വശത്തേക്ക് പോകുമ്പോൾ അവിടുന്ന് വരുന്ന വണ്ടിയുടെ വേഗം നമ്മൾ മാനസികമായിട്ട് അത് അസ്യൂം ചെയ്യാണ്. മറ്റൊന്ന് സ്ഥാനം, എത്ര ദൂരത്താണ് ഇത് നിൽക്കുന്നത്, ഇതറിയാനുള്ള ശേഷി കുറയുന്നു. അതായത് ബ്രെയിനിലെ വലതുവശത്തെ സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ഇത് അറിയാനുള്ള ശേഷി കുറയുന്നു. പിന്നെ തലച്ചോറിൻ്റെ വലതുവശമാണ് സർഗ്ഗവാസനകളുടെ സ്ഥാനം. ഇപ്പോൾ കല, സാഹിത്യം, സംഗീതം അങ്ങനെയുള്ളത് വലതുവശത്താണ്. അപ്പം അങ്ങനെയുള്ള കഴിവുകളെയും ഇത് ബാധിക്കുന്നു. ഇനി ഇടതു മസ്തിഷ്കത്തിലാണ് സ്ട്രോക്കെങ്കിലോ അവിടെ സംസാരം, കാര്യമാത്ര പ്രസക്തമായിട്ട് സംസാരിക്കുക, ഭാഷ, യുക്തി, കാൽക്കുലേഷൻ
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ബാധിക്കാം. കണക്ക് കൂട്ടാനുള്ള കഴിവ്. അപ്പം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൻ്റെ രോഗത്തിൻ്റെ നിർണ്ണയത്തിന് വേണ്ടിയിട്ട് കണക്ക് കൂട്ടാനായിട്ട് പറയും. ഇപ്പം വർഷം ഏതാണ്, അല്ലെങ്കിൽ ഒരു 2 സംഖ്യ കൂട്ടാനായിട്ട് പറയും. അപ്പം അവിടെ പലപ്പോഴും കഴിയാതെ വരും. അതേസമയം പേര് പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ പേര് പറയാൻ പറ്റും. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ആ വശത്തിൻ്റെ അർദ്ധഗോളത്തിൻ്റെ വശത്തിനനുസരിച്ച് അല്ലെ മസ്തിഷ്കത്തിൻ്റെ ഏത് പ്രദേശത്താണ് സ്ട്രോക്ക് വന്നു എന്ന് ആസ്പദമാക്കിയാണ് ഈ പ്രത്യേക രീതിയിലുള്ള കഴിവുകേടുകൾ പ്രദർശിപ്പിക്കുന്നത്. മറ്റൊന്ന് സെറിബെല്ലം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് മസ്തിഷ്കത്തിന്. സെറിബെല്ലത്തിനാണ് വരുന്നുണ്ടെങ്കിൽ ഇത് ശരീരത്തിൻ്റെ ബാലൻസിനെയാണ് ബാധിക്കുന്നത്. തലകറക്കം, നടക്കുമ്പോൾ കുഴഞ്ഞു പോവുക, കാല് കൃത്യമായിട്ട് കുത്തി നടക്കാൻ പറ്റാതെ വരിക, ഛർദി പോലുള്ള ലക്ഷണങ്ങൾ കാണും. ബ്രെയിനിൻ്റെ സ്റ്റെമ്മിൽ വരുന്ന സ്ട്രോക്ക് വളരെ ഗുരുതരമാണ്. അവിടെ വരുന്നത് ഹൃദയമിടിപ്പ്, ശ്വാസം ഇങ്ങനെയുള്ള അനൈച്ഛികമായിട്ടുള്ള ശരീരത്തിൻ്റെ ധർമ്മങ്ങളെയാണ് ബാധിക്കുന്നത്. പിന്നെ രക്തസമ്മർദ്ദം, കൂടാതെ കേൾവി, സംസാരം, കണ്ണിൻ്റെ ചലനങ്ങൾ, ഭക്ഷണം വിഴുങ്ങുക. അപ്പോൾ ഇങ്ങനെയുള്ള പല കർമ്മങ്ങളും നിർവഹിക്കേണ്ട അല്ലെങ്കിൽ അതിന് കൺട്രോൾ കൊടുക്കേണ്ടതാണ് ബ്രെയിനിൻ്റെ സ്റ്റെം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അപാകത വരുന്നത്. മറ്റൊന്ന് വിരലുകളുടെയും കൈകാലുകളുടെയും സന്ധികൾക്ക് ചലനശേഷി കുറയുന്നു. ഇതൊക്കെ സ്ട്രോക്കിൻ്റെ സാധാരണ സംഭവിക്കുന്നതാണ്. കൈവിരലുകൾ നമുക്കൊരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരേ സമയം കൃത്യമായിട്ട് ഏകോപിതമായിട്ടുള്ള ചലനം കഴിയാതെ വരുന്നു. അതുപോലെ സന്ധികളുടെ ചലനശേഷി കുറയും. കാരണം സന്ധികൾ നിയന്ത്രിക്കുന്ന പേശികൾ, നാഡികൾക്കൊക്കെ ബലം കുറഞ്ഞതുകൊണ്ട്. സംവേദനക്ഷമത കുറയുന്നത്, ചിലപ്പം തരിപ്പ് പറയും, മരവിച്ചിരിക്കുന്നതായിട്ട് പറയും, ഒരു വശം ഇല്ല എന്നുള്ള തോന്നൽ, അങ്ങനെയുള്ള ലക്ഷണങ്ങളും രോഗി പ്രകടിപ്പിക്കുന്നു. മുഖം കൂടുന്നത് ആദ്യം കാണുന്ന മുഖം കൂടി ഒരു വശത്തേക്ക് കോടിപ്പോകുന്നു. ആ കോടിപ്പോകുന്നത് പലപ്പോഴും കുറച്ച് ദിവസം കഴിഞ്ഞ് ശരിയാവാറുണ്ട്. ആദ്യത്തെ ചികിത്സ കറക്റ്റായി കഴിഞ്ഞാൽ രോഗിക്ക്, ഭൂരിപക്ഷം രോഗികൾക്കും 100% ശരിയായില്ലെങ്കിലും ഒരു നല്ല സംഖ്യ അവരുടെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നു. ഒരാൾക്ക് ഒന്നിലേറെ തവണ സ്ട്രോക്ക് വരാമോ എന്ന് സാധാരണ കേൾക്കുന്ന ഒരു സംശയമാണ്. ഒന്നിലേറെ തവണ സ്ട്രോക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും സ്ട്രോക്ക് വരാം. അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനം രക്തസമ്മർദ്ദം കൃത്യമായിട്ട് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ ആദ്യം എമർജൻസി മെഡിസിൻ്റെ ആ സമയത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും. ഈ മരുന്നുകൾ കൃത്യമായി കൊടുക്കുക. അത് ബൈസ്റ്റാൻഡറെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ്. ആ രോഗിക്ക് പലപ്പോഴും ഓർമ്മയോ അല്ലെങ്കിൽ സമയത്തെപ്പറ്റിയുള്ള ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും പ്രധാനം രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ സമയോചിതമായിട്ട് കൊടുക്കുക. കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം നോക്കുക. ചികിത്സിക്കുന്ന ഡോക്ടറെ കൃത്യമായ ഇടവേളകളിൽ സന്ദർശിക്കുക. അടുത്ത കാര്യം, പ്രമേഹബാധിതരാണ് പലപ്പോഴും. ആദ്യമേ പറഞ്ഞു, അതായത് സ്ട്രോക്ക് കൂടുതലും മുതിർന്ന ആളുകളിലാണ് വരുന്നത്. അപ്പോൾ പ്രമേഹബാധിതരാണെങ്കിൽ പ്രമേഹം കൂടി നിന്ന് കഴിഞ്ഞാലും, അതായത് നിയന്ത്രണ വിധേയമല്ലാതെ നിന്ന് കഴിഞ്ഞാലും രണ്ടാമത് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പ്രമേഹത്തിൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ, ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ഷുഗർ, HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ്. അതായത് കഴിഞ്ഞുപോയ 90 ദിവസത്തെ ശരാശരി ഷുഗർ, അതിൻ്റെ നിയന്ത്രണം എങ്ങനെയാണെന്ന് കണ്ടെത്തുന്നതാണ്. അത് ശതമാനക്കണക്കിലാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഇതാണ്. ഈ ടെസ്റ്റുകൾ എല്ലാം കൃത്യമായ ഇടവേളകളിൽ ചെയ്യണം. അമിതവണ്ണമുണ്ടെങ്കിൽ അമിതവണ്ണം കുറയ്ക്കണം. അപ്പം ഇതെല്ലാം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന രോഗികളാണെങ്കിൽ അതിന് മരുന്ന് കഴിക്കുന്നുണ്ടാവും, മരുന്ന് കൊടുക്കുകയും വേണം, ഇടവേളകളിൽ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ അതിനനുസരിച്ച് ഭക്ഷണം നിയന്ത്രിക്കണം. അമിതമായ കൊഴുപ്പ്, ഉപ്പ്, അമിതമായ മധുരം ഇങ്ങനെയുള്ള ആഹാരവസ്തുക്കൾ കഴിയുന്നത്ര കുറയ്ക്കണം. പഥ്യം അനുസരിച്ച് തന്നെ ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. മറ്റൊരു കാര്യം, സ്ട്രോക്ക് ഭേദപ്പെടാൻ എത്ര കാലം വേണമെന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം ആർക്കും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഇത് മസ്തിഷ്കത്തിൻ്റെ ഏത് ഭാഗത്ത് എത്ര തീവ്രതയോടുകൂടിയാണ് ഇത് വന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ അതിനനുസരിച്ചാണ് ഈ ശാരീരികവും മാനസികവുമായിട്ടുള്ള ലക്ഷണങ്ങൾ രോഗി പ്രദർശിപ്പിക്കുക. അപ്പോൾ അത് വളരെ ഗുരുതരമായ സ്ട്രോക്കാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് മുഴുവൻ ശരിയായില്ലെന്നും വരും. 100% ഭേദപ്പെടുന്നത് വളരെ അപൂർവ രോഗികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ രോഗിയെ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്, അതായത് സ്വന്തം കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനായിട്ട് സമർത്ഥമാക്കുക, കഴിയുന്നത്ര അയാളുടെ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം. ആയുസ് കുറയുമോ എന്നുള്ളതാണ് വേറൊരു സംശയം. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആയുസ് കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് വീണ്ടും സ്ട്രോക്കിൻ്റെ ആവർത്തന സാധ്യതയുള്ളതുകൊണ്ടും മാത്രമല്ല മറ്റ് ജീവിതശൈലി രോഗങ്ങളും ഈ വ്യക്തിക്ക് ഉണ്ടാവും. സാധാരണ അതിൻ്റെ കൂട്ടത്തിൽ കൊളസ്ട്രോളിൻ്റെ ആധിക്യം, പ്രമേഹം ഇങ്ങനെയുള്ള പല രോഗങ്ങളും ഉണ്ടാവും.
അപ്പോൾ ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴേക്കും ജീവിതശൈലി രോഗങ്ങൾ ഒരേ സമയം പലത് ബാധിച്ച് കഴിയുമ്പോൾ ആയുസ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ സൂക്ഷ്മ നിരീക്ഷണത്തിലായിരിക്കണം രോഗി. സ്ട്രോക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആപൽ ഘടകങ്ങൾ എന്തൊക്കെയാണ്? സാന്ദർഭികമായിട്ട് പലതും പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും പ്രധാനപ്പെട്ടത് രക്തസമ്മർദ്ദം തന്നെയാണ്. രക്തസമ്മർദ്ദം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരാളേക്കാൾ 6 ഇരട്ടി സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഉയർന്ന കൊളസ്ട്രോൾ, അതും സ്ട്രോക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു. അമിതവണ്ണം, പ്രമേഹം, ഹൃദ്രോഗം വന്ന രോഗിയാണെങ്കിൽ അയാൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അതായത് ഹൃദയം ഇടുപ്പിൻ്റെ താളം തെറ്റുന്നത്, അതും സ്ട്രോക്ക് സാധ്യതയിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയാണ്. പുകവലി നമുക്കറിയാം, ഈ നിക്കോട്ടിൻ്റെ വിഷാംശം, അതുകൂടാതെ തന്നെ പുകയിലയിലുള്ള അനവധി ഘടകങ്ങളുടെ വിഷാംശം ശരീരത്തിലും ധമനികളിലും അവയവങ്ങളെല്ലാം ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വ്യായാമമില്ലായ്മ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഇരിപ്പ് ജോലിക്കാർക്ക് ഈ ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാ റിസ്ക് കൂടുതലാണ്. പാരമ്പര്യം വളരെ പ്രധാനമാണ്. ഒരു കുടുംബത്തിലെ ഒന്നിലേറെ പേർക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ തലമുറയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി വളരെ സൂക്ഷ്മതയോടുകൂടി കൃത്യമായിട്ടുള്ള വൈദ്യ നിർദ്ദേശം പാലിച്ച് ടെസ്റ്റുകളൊക്കെ എടുത്ത് ജീവിക്കേണ്ടി വരും. ഈ രോഗത്തിൻ്റെ സാധ്യാസാധ്യതകൾ എങ്ങനെയാണ്? അതായത് എത്രത്തോളം സുഖം ലഭിക്കുമെന്നുള്ളതാണ്. 50% പേരിൽ കണക്കുകൾ അനുസരിച്ച് ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്, അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ 50% പേർക്ക് സ്വന്തം കാര്യങ്ങൾ നടത്താനുള്ള പ്രാപ്തി തിരിച്ചു കിട്ടും. 30% പേർക്ക് സ്ഥിര വൈകല്യം ഉണ്ടാകാം. പിന്നെ മസ്തിഷ്കത്തെ ബാധിക്കുകയും ശരീരത്തെ തുടർന്ന് ബാധിക്കുകയായിട്ട് അത് ഹെമിപരേസിസ് എന്ന് പറഞ്ഞ വശം പൂർണ്ണമായും തളർന്നു പോയത്, അത് സുഖപ്പെടാനുള്ള സാധ്യത ബുദ്ധിമുട്ടാണ്. ഹെമിപരേസിസ് എന്ന് പറഞ്ഞാൽ ഭാഗികമായ സ്ട്രോക്കേ വന്നിട്ടുള്ളൂ. അത് ചികിത്സ കൊണ്ട് നല്ല ഗുണം കിട്ടാറുണ്ട്. പിന്നെ മറ്റത് ബ്രെയിനിൻ്റെ പ്രത്യേക റീജിയൺ അനുസരിച്ച്, ആ പ്രദേശം അനുസരിച്ച് ചിന്ത, ബോധം, ഓർമ്മ, ശ്രദ്ധ, പഠനം, തീരുമാന യുക്തി, ഇങ്ങനെയുള്ളതെല്ലാം ഇതിൻ്റെ ആഘാതത്തിൻ്റെ തോതനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. മറ്റൊരു കാര്യം കൂടിയുണ്ട്, വൈകാരികമായിരിക്കും സ്ട്രോക്ക് പേഷ്യൻ്റ്. അതായത് ഇമോഷണൽ ഡിസ്റ്റർബൻസ് എന്നാണ് പറയുക. പെട്ടെന്ന് നിരാശ വരും, പെട്ടെന്ന് കാരണമില്ലാതെ കരയും, ചിലപ്പോൾ ചിരിച്ചെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള വികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ് കുറയും. ഒരിക്കൽ സ്ട്രോക്ക് വന്ന് ചികിത്സിക്കുകയും തുടർച്ചയായി മരുന്നുകൾ കഴിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് വീണ്ടും സ്ട്രോക്ക് വരുവാൻ സാധ്യതയുണ്ടോ ഡോക്ടർ? വാർദ്ധക്യം തന്നെ സ്ട്രോക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിൽ ഒന്നാണ്. പ്രായം കൂടുന്തോറും സ്ട്രോക്ക് സാധ്യത കൂടുന്നു. പക്ഷേ കൃത്യമായ രീതിയിൽ മരുന്ന് കഴിക്കുക, അതായത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, രക്തക്കട്ട രൂപം കൊള്ളാതിരിക്കാനുള്ള ഔഷധങ്ങൾ കൃത്യമായിട്ട് കഴിക്കുക, പ്രമേഹം ഉണ്ടെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കുക, കൊളസ്ട്രോൾ കൃത്യമായിട്ട് നോർമലായിട്ട് നിൽക്കുക, വ്യായാമം ചെയ്യുക, അമിതവണ്ണം ഉണ്ടാവാതെ സൂക്ഷിക്കുക, സക്രിയമായിട്ടിരിക്കുക. ഇങ്ങനെയുള്ളവരിൽ സാധ്യത കുറയും. എങ്കിലും സാധ്യത കൂടുതലാണോ? ഡോക്ടർ, ഈ സ്ട്രോക്ക് എന്ന അസുഖത്തിൻ്റെ പ്രധാന ചികിത്സാ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? സ്ട്രോക്ക് ചികിത്സയെ പൊതുവെ 3 ഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് സ്ട്രോക്കിൻ്റെ പ്രതിരോധം തന്നെയാണ്. കാരണം സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള ഗ്രൂപ്പിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ ആവർത്തിക്കുന്നില്ല, പ്രായം, അങ്ങനെയുള്ള പല ഘടകങ്ങളും, ജീവിതശൈലി രോഗങ്ങളുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവർ വളരെയധികം നോട്ടത്തിൽ, അതല്ലെങ്കിൽ സൂക്ഷ്മ നിരീക്ഷണത്തിൽ, അതായത് ഡോക്ടറുടെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ, ബന്ധുക്കളുടെ നിരീക്ഷണത്തിലൊക്കെ ഇരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഘട്ടം, സ്ട്രോക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ സമയത്ത് ഉചിതമായ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘട്ടം റീഹാബിലിറ്റേഷനാണ്. സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ വളരെ പ്രധാനമാണ്. കാരണം അത് ബന്ധുക്കളുടെ സഹായം, പല വിഭാഗം ഡോക്ടർമാരുടെയും ടെക്നീഷ്യന്മാരുടെയും ഒക്കെ സഹായം ആവശ്യമുള്ളതാണ്. ഇത്തരം 3 ഘട്ടങ്ങളിലായിട്ടാണ് ദീർഘകാലം പല തവണയായിട്ടാണ് സ്ട്രോക്ക് രോഗിയെ ചികിത്സിച്ച് ഭേദപ്പെടുത്തേണ്ടത്. മാത്രമല്ല, ഈ സ്ട്രോക്കിന് എത്ര കാലം കൊണ്ട് സുഖപ്പെടുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അപ്പോൾ വീണ്ടും ആ ചികിത്സകൾ കൃത്യമായ ഇടവേളകൾ ചെയ്തു കൊടുക്കേണ്ടിയും വരും. സ്ട്രോക്കിനെ സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള അറിവുകൾ, പ്രത്യേകിച്ച് സ്ട്രോക്ക് നമ്മുടെ കുടുംബത്തിലോ ഓഫീസിലോ ഒരാൾക്ക് വന്നാൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അയാൾക്ക് വൈദ്യ ശുശ്രൂഷ നൽകുവാനുള്ള ഒരറിവ്, അതാണ് ഈ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ
സുപ്രധാനമാണ് ഈ സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള മധ്യപ്രായത്തിന് ശേഷമുള്ള എല്ലാ വ്യക്തികളും, സ്ത്രീയോ പുരുഷനാവട്ടെ, അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള ജീവിതശൈലീ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക. പ്രത്യേകിച്ചും നമുക്കറിയാം കേരളത്തിൽ ഇരിപ്പ് ജോലിയാണ് കൂടുതൽ, അപ്പോൾ വ്യായാമം ഉണ്ടാവില്ല. ലോകാരോഗ്യ സംഘടന പറയുന്നത് തന്നെ ആഴ്ചയിൽ 150 മിനിറ്റെങ്കിലും സീനിയർ സിറ്റിസൺസ് വ്യായാമം ചെയ്യണം, ചെറുപ്പക്കാർ 300 മിനിറ്റെങ്കിലും ആഴ്ചയിൽ ചെയ്യണം. അപ്പോൾ ഇതൊന്നും പലപ്പോഴും പല പല കാരണങ്ങളെ കൊണ്ട് നമുക്ക് സാധിക്കാറില്ല. പക്ഷേ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തകിടം മറിയും. അപ്പോൾ അതുകൊണ്ട് സ്ട്രോക്ക് വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ നോക്കണം. കൃത്യമായ ഇടവേളകളിൽ വൈദ്യനിർദ്ദേശം പാലിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ സ്ട്രെസ്സ് കൂടുന്ന കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ, കുടുംബത്തിലാവട്ടെ, വ്യക്തിപരമാവട്ടെ, ഓഫീസിലാവട്ടെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഇതിനെ സംബന്ധിച്ച് നല്ലതാണ്. അപ്പോൾ ആയുർവേദത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പറയുന്ന 16 തരത്തിലുള്ള ഈ മാനസിക ദോഷങ്ങളുണ്ട്. ഈ ശരീരത്തിനെയും മനസ്സിനെയും ഒരുമിച്ച് ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്ന ദേഷ്യം, ഭയം, ആശങ്ക മുതലായിട്ടുള്ള പല നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളുമുണ്ട്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ മുന്നിലുള്ള മാർഗ്ഗങ്ങളെന്ന് വെച്ചാൽ യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൂടാതെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി സംഗീതം ആസ്വദിക്കുക, വിനോദയാത്ര പോവുക, കുടുംബത്തോടൊപ്പം ചിലവഴിക്കുക. ഇപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് കൃത്യമായ ഇടവേളകളിൽ ചെയ്യുക. നിങ്ങളുടെ കുടുംബവും ഈ സ്ട്രോക്ക് പോലുള്ള ഗുരുതരമായ വ്യാധികളിൽ നിന്നും അകന്നു നിൽക്കട്ടെ. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.